എന്താ എത്രമാത്രം ആലോചിച്ചുകൊണ്ടിരിക്കണേ? ചായ ചൂടാറും, ചായ കുടിക്കേ. ഞാൻ പറഞ്ഞ കേട്ടില്ലേ? നീ പറയണതൊക്കെ ഞാൻ കേട്ടു. അതിനെ കുറച്ചെന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. നീ എന്താ ഈ പറയണത്? നമ്മുടെ മോളിപ്പോൾ 7-ാം മാസമായി വിശേഷമായിരിക്കുന്നു. കൊണ്ടാക്കിയിട്ട് അന്ന് പോയതാ. ഇതുവരെ അത് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവേ. ഇത് ഉത്തരവാദിത്വം പറയണതുണ്ടാ? നമ്മുടെ മരുമകനെ നമ്മൾ എപ്പോഴും വില കൽപ്പിക്കണം. അതുപോലെയാണോ അവൻ നടക്കുന്നത്? അങ്ങനെയാണോ? ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ പറയുന്നത് ശരിയാ, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എനിക്ക് ടെൻഷൻ ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? എനിക്കും ടെൻഷനുണ്ട്. നമ്മൾ ആടിപ്പാടി നമ്മളെ മോളെ നല്ല രീതിയിൽ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അപ്പുറത്തുള്ളവരുടെ മക്കളും മരുമക്കളും സന്തോഷമായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. നമ്മുടെ മോൾക്ക് അത്രയുണ്ട്. നമ്മൾ വിഷമിക്കുമ്പോൾ അവൾക്കും കൂടി വിഷമാകുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അവളുടെ മുന്നിൽ ചിരിച്ച് കളിച്ചിരിക്കുക. നിങ്ങൾ പറയണത് എനിക്കുണ്ടാവില്ല എന്നല്ലേ? എൻ്റെ മോൾ ഇങ്ങനെ നിൽക്കുന്നത്, കെട്ടിക്കൊടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് സങ്കടമില്ലേ? എന്താ ചെയ്യുക? 7 മാസമായി. ഒന്ന് ഫോൺ പോലും ചെയ്തിട്ട് ആ പെൺകുട്ടി എങ്ങനെ ഇരിക്കണം എന്തെന്ന് പോലും ചോദിക്കണില്ല. അങ്ങനെയുള്ളവൻ നമ്മളെന്താ ചെയ്യുക? വേണമെങ്കിൽ വരട്ടെ, അല്ലെങ്കിൽ അവളുടെ വിധിയാണ് പറഞ്ഞിട്ട് അവൾ ഇരുന്നോട്ടെ അവിടെ. അല്ലാണ്ട് ഇപ്പം നമുക്ക് പെറ്റവർക്ക് ദൂരെ കളയാൻ പറ്റുമോ? എന്തായാലും മരുമകൻ വിളിക്കുന്നില്ല. അപ്പോൾ മോളോട് പറഞ്ഞിട്ട് അവൾക്കൊന്നും അങ്ങോട്ട് വിളിക്കാൻ പറയും. വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കാൻ പറയും. എന്താണ് വിശേഷം, അങ്ങനെയൊന്നും അന്വേഷിക്കുന്നില്ലല്ലോ ഓർക്കുന്നില്ലല്ലോ. ഒന്ന് മോളോട് വിളിച്ചിട്ട് വിശേഷങ്ങൾ ചോദിച്ചിട്ട് കാര്യങ്ങൾ എന്താണെന്നൊക്കെ ചോദിക്കാൻ പറയും. ഇനി മോളോട് പറഞ്ഞത് മോൾ കേൾക്കാണ്ടിരിക്കില്ലല്ലോ. അതൊന്ന് സംസാരിച്ച് നോക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാന്ന് അവളോട് ഒന്ന് വിളിച്ച് സംസാരിക്കാൻ പറയാ. ഇങ്ങനെ വിട്ടാലും പറ്റില്ലല്ലോ. പെണ്ണുകെട്ടി കൊടുത്തുകൊണ്ട് 2 കൊല്ലം കഴിഞ്ഞത് അവൻ്റെ ഇഷ്ടത്തിന് തോന്നിയ പോലെ നടക്കാനാണോ പെണ്ണുകെട്ടി കൊടുത്തത്? അവൻ്റെ പെങ്ങന്മാരൊക്കെ എത്ര ചന്തം പോലെ എങ്ങനെ ഭംഗിയായിട്ടും നല്ല ഇതിൽ വരവും പോക്കും എത്ര സ്നേഹത്തോടെ ഇരിക്കണ്. അത് കണ്ടെങ്കിലും അവനിക്കൊന്ന് മനസ്സിലാക്കിക്കൂടെ? അവൻ കല്യാണം കഴിച്ച് അത്യാവശ്യമുള്ള പൊന്നും പോനൊക്കെ വാങ്ങി ഇതാക്കി മിണിങ്ങിങ്ങാണ്ട് പെണ്ണിൻ്റെ ആ പാട്ടിൽ കൊണ്ടാക്കി. 7 മാസമായി എൻ്റെ കുട്ടി വന്നിട്ട്. ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. അവളോട് ഞാനൊന്ന് വിളിച്ച് സംസാരിക്കട്ടെ, അവൾ തന്നെ ഒന്ന് സംസാരിക്കട്ടെ. എന്താ അവനിക്ക് തോന്നുന്നു അതുപോലെ ചെയ്തോട്ടെ, പേടിക്കാനൊന്നുമില്ല. 7 മാസമായി വന്നിട്ട് അവൻ എന്താ ഏത് ഒന്ന് വിളിച്ച് ഫോൺ ചെയ്യുക, അന്വേഷിക്കുക. അവളവിടെ ഉണ്ടെങ്കിൽ അവനിക്ക് തോന്നിയ പോലെ നടക്കാൻ പറ്റില്ലല്ലോ. അതാണ്, വേറെ ഒന്നുമല്ല. അതെ, എന്താ വേണ്ടത്? നമുക്ക് ഇനി ഇങ്ങനെ എത്തിയാൽ ശരിയാവില്ല. നമ്മളതിലേക്ക് ഇറങ്ങണം. ഫസ്റ്റ് അവളെ കൊണ്ട് തന്നെ സംസാരിപ്പിക്കാം. പിന്നെ എന്തായാലും വിളിപ്പിക്കാം ഞാൻ. പിന്നെ മോളോട് ഒന്ന് വിളിച്ച് സംസാരിച്ചിട്ടേ എന്താ പറഞ്ഞെന്നുള്ളത് എന്നോട് പറയുന്നില്ല. അത് ചെയ്യേ. എടുക്കണില്ലല്ലോ. ചിത്തു. അമ്മ അല്ല മോളെ, ഞാൻ വിളിച്ചത് എന്താണെന്നറിയോ? ഉപ്പാക്ക് ഭയങ്കര വിഷമം. അത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം. അപ്പം എന്തേന്ന് ചോദിച്ചപ്പോൾ പറയാം, നമ്മുടെ മോളെ പറ്റിയിട്ടാടി. എനിക്ക് അവളുടെ മുഖം കാണുമ്പോൾ വല്ലാത്ത വിഷമം. വന്നിട്ട് നമ്മുടെ മോള് 7 മാസമായില്ല. ഇതുവരെ അവനൊന്ന് വിളിക്കുക, അന്വേഷിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഈ മോളോടൊന്ന് വിളിച്ച് ചോദിക്കുക, അവള് വിളിക്കുന്നുണ്ടോ, അത് അവൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ എടുക്കുന്നുണ്ടോ, അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടോ എന്നൊന്ന് ചോദിച്ചു നോക്കൂ. ഇങ്ങനെ വിട്ടാലും പറ്റില്ലല്ലോ. ഒരു കല്യാണം കഴിഞ്ഞൊരു ഉത്തരവാദിത്തം വേണ്ടേ? കല്യാണം കഴിഞ്ഞ അവനൊക്കെ കിട്ടാനുള്ളതൊക്കെ കിട്ടി. ഒരു കുട്ടിയും വയറ്റിൽ തന്നുകൊണ്ട് അവൻ്റെ കാര്യം നോക്കി അവൻ ഞാൻ നടന്നിട്ട് കാര്യമില്ല. അപ്പോഴേക്കും ദേഷ്യം വരില്ല. നിന്നെ ഒന്നും ഇല്ല മോളെ. വിളിച്ചിട്ട് അവനോടൊന്ന് സംസാരിക്കുക. എന്ത് നിങ്ങൾ തീരുമാനം എടുത്താലും ആ തീരുമാനത്തിന് ഞാൻ സമ്മതമാണ്. ഇനിയിപ്പോൾ എനിക്ക് വന്നതിൻ്റെ മേലെ ഒന്നും വരാനില്ല എന്ന് മോള് അവനോടൊന്ന് സംസാരിച്ച് നോക്കുക. എന്താ നിങ്ങളെ അഭിപ്രായം എന്നൊന്ന് ചോദിച്ച് കഴിഞ്ഞ ശേഷം ബാക്കി കാര്യം നമ്മൾ എന്താ ഉണ്ട് തീരുമാനിക്കും, നമുക്ക് തീരുമാനിക്കാം. 7 മാസമായില്ല ഒന്നും അല്ലെങ്കിലും വന്നിട്ട് മോൾക്ക് 7 മാസമായില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴെങ്കിലും അവനൊന്ന് വരിക, കാണുക, വർത്താനം പറയുക, ഒന്ന് ഫോണിൽ കൂടി ഒന്ന് വിളിക്കുക, സംസാരിക്കുക ചെയ്തിട്ടില്ലല്ലോ ഇതുവരെ. എന്ത് കണ്ടിട്ടാ പിന്നെ? എന്തായാലും മോള് വിഷമിക്കൊന്നും വേണ്ട. ഒന്നും ഉപ്പയും ഉമ്മയുണ്ട്. നീ ഞങ്ങൾക്കൊരു ഭാരമൊന്നുമല്ല. പക്ഷെ എൻ്റെ മാവളെ ഇങ്ങനെ ഒരു പാഴും ഇതിൽ കൊണ്ട് കൊടുത്തല്ലോ എന്നുള്ള വിഷമമാണ് ഉപ്പാക്കും എനിക്കും. അതിനെക്കൊണ്ട് നീ ടെൻഷൻ അടിക്കാനോ ബേജാറാകാനോ അല്ല മോളെ. 7 മാസമായില്ലേ. അവനൊരു മനുഷ്യനാണോ? അതാ ഞാൻ ചോദിക്കണേ. ഉപ്പാക്ക് വല്ലാത്ത വിഷമം. മോള് നിൽക്കണതോ അതിനെ പറ്റിയില്ലല്ലോ. എൻ്റെ മോളുടെ ജീവിതം ഇങ്ങനെ ആയില്ലേ എന്നുള്ളൊരു വിഷമം. അപ്പം ഒന്ന് കാര്യം ഞാൻ പറയാൻ വന്നത് എന്താണെന്നാ, നീ മോളും അവനിക്കൊന്ന് വിളിച്ചിട്ട് അവൻ്റെ മനസ്സിൽ എന്താണെന്ന് നീ ചോദിക്കും. എന്നിട്ട് ബാക്കി കാര്യം നമുക്ക് എന്താ വേണ്ടത് ചെയ്യാം. അതാണ് ഇപ്പോൾ ഞാൻ വന്നിട്ട് നിന്നെ വിളിച്ചത്. ഞാനും ഉപ്പയും കൂടി സംസാരിച്ചിട്ട് ഇപ്പോൾ വരികയാണ്. മോളോടൊന്ന് സംസാരിച്ച് നോക്ക്, അവളെ കൊണ്ട് തന്നെ ഒന്ന് വിളിപ്പിക്കുക എന്നുപ്പ പറഞ്ഞതാ. നമ്മളോട് ഒന്ന് പറയുകയാണ്, നീ ഒന്ന് അവനിപ്പോൾ വിളിക്കുക. ഫോൺ എടുത്തില്ലെങ്കിലും അടുപ്പിച്ച് വിളിക്കുക. അപ്പം ശല്യം കൊണ്ടെങ്കിലും അവനൊന്ന് എടുക്കട്ടെ. അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് പോകാൻ വഴി അറിയാതെയൊന്നുമില്ല.
എന്താ പറയണമെന്ന് അറിഞ്ഞിട്ട് നമുക്ക് എന്താ വേണ്ടത് തീരുമാനം എടുക്കാം. ഇങ്ങനെ ഇരുന്ന് അവനക്ക് സുഖമല്ലേ, അവന് തോന്നിയ പോലെ നടക്കുക. നീ ഉണ്ടെങ്കിൽ പറ്റില്ലല്ലോ, പാതിരയ്ക്ക് വരാനും കിടക്കാനും തോന്നിയ പോലെ പോകാനും. നീ ഉണ്ടെങ്കിൽ ശല്യമല്ലേ, എന്താ എവിടെ പോയി എന്തെന്ന് ചോദിക്കല്ലോ. ഇവിടെ ആകുമ്പോൾ പിന്നെ അവർക്ക് ആരും ചോദിക്കാൻ ആരുമില്ല. അതൊന്നും വേണ്ട, എങ്ങനെയും പൊക്കോട്ടെ. മോളൊന്ന് വിളിച്ചിട്ടൊന്ന് ചോദിക്കും. അതിനാണ് ഇപ്പോൾ ഞാൻ എനിക്ക് പറയാൻ വന്നത്. ഉമ്മ ഞാൻ വിളിക്കലൊക്കെ ഉണ്ട്, വിളിച്ചിട്ട് ഇക്ക എടുക്കണേ ഇല്ല, മെസ്സേജ് അയക്കലുണ്ട്. ആ വിഷമത്തിലാണ് ഞാൻ എത്ര നേരം ഇരിക്കുന്നു. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്താലോ മോളെ, ഒന്ന് അങ്ങോട്ടൊന്ന് പോയാലോ, ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് നമുക്ക് പോയാലോ. അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ നമുക്കൊന്ന് അറിയണ്ടേ. ഇപ്പം ഇല്ലാത്ത പോലെയല്ലേ ഇപ്പം ഇരിക്കണേ. ഉണ്ടോ ഇല്ലയോ എന്ന് പോയി ഒന്ന് അന്വേഷിക്കായിരുന്നു. ഇല്ലമ്മ ഞാൻ ഒരു കാര്യം പറയട്ടെ, നാളെ മറ്റന്നാൾ സ്കാനിങ് ഉണ്ട്. അതാണെങ്കിൽ നല്ല പൈസയും വരും. ഞാൻ പറയാനും മറന്നു. മോളെന്താ പറയുന്നത്? നീ പറയാൻ മറന്നു കണ്ട് ഇപ്പോഴാണ് മറന്നു കണ്ട് പറയുന്നത്. നാളെ മറ്റന്നാൾ 1 തൊട്ട് 8-7 മാസം വരെ ഇപ്പം തന്നെയല്ലേ ഒക്കെ ചെയ്യുന്നത്. നിനക്ക് ഉപ്പാക്ക് മോൾക്ക് ചിലവാക്കണതിന് കണക്ക് പറയേ വിഷമം കൊണ്ടോ ഒന്നും അല്ല, ക്ഷീണിച്ചിട്ടൊന്നുമല്ല. എന്നാലും അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ നാളെ മറ്റന്നാൾ ചിലവ് പറഞ്ഞാൽ അതിന് നല്ല കാശ് ചിലവുള്ളതല്ലേ. ഇപ്പോൾ ഇത് പെട്ടെന്ന് ഇപ്പോഴാണ് പറയണത്. ഞാനിപ്പാനോട് പറയട്ടെ, ഇക്കാനോടൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഇങ്ങനെ എന്താന്നാ വിളിക്കാണ്ടും വരാണ്ടും പോകാണ്ടൊക്കെ ഇരിക്കുന്നത് നിൻ്റെ മാപ്പിള. നല്ല ചിലവുണ്ട്. അതിൻ്റെ മുന്നൊന്നും അവനിക്ക് തോന്നിയില്ലല്ലോ. ഇതായുധം കൊണ്ട് വിട്ടതല്ലേ. അപ്പോൾ ആസ്പത്രി കൊണ്ടുപോകാനും വണ്ടിക്കായാലും മരുന്നായാലും സ്കാനിങ് ആയാലും നല്ല ചിലവുണ്ട്. വേണം പറഞ്ഞിട്ടെന്നെ മോളെ അവൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കാത്തതും. നീ വിളിച്ചാൽ ചിലപ്പോൾ അങ്ങോട്ട് വരണം പറയുമോ, കാശ് ചിലവാക്കുമോ, അങ്ങനെ പേടിച്ചിട്ടാണ് അവൻ ഫോൺ എടുക്കാത്തത്. പഠിച്ച കള്ളനാണ് നിൻ്റെ കെട്ടിയത്. അല്ല മോളെ, സ്കാനിങ് എന്ന് പറഞ്ഞില്ലേ, എത്ര രൂപയാകും? ഞാൻ ഉപ്പാനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഇത് 7-ാം മാസത്തെ സ്കാനിങ് അല്ലമ്മ, ഇതൊരു 5000 രൂപയാവും. 5000 രൂപയാ? ഞാൻ നിൽക്കാനോട് ചോദിച്ചു നോക്കട്ടെ. വരാനായില്ല, അവനോട് ഒന്ന് ചോദിച്ചു നോക്കട്ടെ മോളെ. ഇല്ല ഞാൻ ഇതാ ഇനിയിപ്പോൾ കല്യാണം കാര്യങ്ങളൊക്കെ ആയില്ലേ, ഒരാഴ്ച ലീവും അങ്ങനെയൊക്കെ ഇത് നടക്കുക. കുഴപ്പമില്ല. പിന്നെന്താ അവിടുത്തെ വിശേഷം? ആഹാ ഇല്ലല്ല, കല്യാണക്കാരി എന്ന് പറഞ്ഞാൽ എത്ര ചിലവാ. ഇനിയും ബുക്ക് ചെയ്യണം ഓഡിറ്റോറിയം, ഭക്ഷണത്തിനൊക്കെ കഴിക്കണത്. ഞാനിപ്പോൾ വിളിക്കാം, ഉമ്മ അവിടെ ഉണ്ട്. ഉമ്മ. നിനക്ക് എവിടെയായിരുന്നു മോനെ? ഒന്നും കഴിച്ചില്ലല്ലോ. നീ എണിച്ചതും പോയതല്ലേ. കല്യാണത്തിന് കൂട്ടം കൂടിയപ്പോൾ പിന്നെ ഒരേ തിരക്കായി. അതിനക്ക് തിരക്കൊന്നുമില്ല അമ്മ, ഞാനേ സാരിക്കുട്ടീനായിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പിള്ളേരപ്പം താഴത്തുണ്ടായിരുന്നു. അതല്ലമ്മ, എന്താ കഴിക്കാൻ രാവിലെ? ചിത്തു അവിടെ പുട്ടും കടലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതല്ല മോനെ, എന്നോടൊരു കാര്യം പറയണേ. എനിക്ക് ഇന്ന് അവൾക്കൊരു സ്കാനിങ് ഉണ്ട്, 7-ാം മാസത്തെ. അത് എത്രയാവും ചോദിച്ചപ്പോൾ 5000 റുപ്യ ആവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉപ്പാടൊന്നും ചോദിച്ചില്ല, ഉപ്പാടില്ലാന്ന് എനിക്കറിയാം. മോൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ തായോ, ഇന്നോ നാളെ ആയിട്ട് പോകണം. ഇന്നലെ അവൾ പറഞ്ഞത്. ഉമ്മ എന്തിട്ട് പറയണ 5000 രൂപയാ? സിത്തുവിൻ്റെ കാര്യം ഞാനും ഉമ്മാൻ്റെ അടുത്ത് പറയണമെന്ന് വെച്ച് നിൽക്കായിരുന്നു. ഉമ്മ എന്താ, എത്ര മാസമായി വന്നിട്ട്? എന്തെങ്കിലും വിശേഷമായിട്ട് ഇവിടെ വന്നിട്ട് 7 മാസമായില്ലേ? ഇതുവരെയുള്ള എല്ലാ സ്കാനിങ്ങും അത് ഇത് പറഞ്ഞിട്ട് ഉപ്പേനല്ലേ ചിലവാക്കുന്നത്. ഇപ്പോൾ 7-ാം മാസത്തെ ചിലവ് പറഞ്ഞിട്ട് 5000 രൂപ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയാൻ നിൽക്കുക. എൻ്റെ അടുത്തൊന്നും പൈസ ഇല്ല കേട്ടാ. 5000 രൂപ അത്ര. അല്ലാതെ തന്നെ കല്യാണത്തിൻ്റെ അത് ഇത് എന്ന് പറഞ്ഞിട്ട് എല്ലാ ചിലവും ഞാൻ തന്നെയല്ലേ നോക്കുന്നത്. ഓഡിറ്റോറിയം, ഭക്ഷണം, കാര്യങ്ങൾ, അതിന് തന്നെ ഒരു 100 കൂട്ടം പൈസയുള്ള സമയത്താണ് സിത്തുവിൻ്റെ സ്കാനിങ് അത് ഇതെന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഒന്നും ഇല്ല. നീ എന്താ മോനെ എങ്ങനെയൊക്കെ വർത്താനം പറയണത്? എൻ്റെ സ്വന്തം പെങ്ങളല്ലടാ. ഒന്നും അല്ലെങ്കിലോ അവളെന്താ ഇങ്ങനെ വന്നിരുന്നെന്ന് വെച്ചിട്ടാ ഈ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയണത്? നൻ്റെയും കൂടി പെങ്ങൾ, നിനക്കും കൂടി ഉത്തരവാദിത്തമുള്ളതാ. ഉപ്പാക്ക് മാത്രമൊന്നുമല്ല. അവൾക്ക് ഇന്നത്തെ ഇത് ഇതുവരെ അത്ര കാശൊന്നും ആയിട്ടില്ല. ഇത് വലിയ സ്കാനിങ്ങും കാര്യങ്ങളും പിന്നെ ഡോക്ടർ ഫീസ് എല്ലാം കൂടിയിട്ട് അവൾ പറഞ്ഞത്. നമ്മൾ നോക്കണ്ടേ? അവൻ തന്നെ ഒരു ഉത്തരവാദിത്തമില്ല, നമ്മളതുപോലെ വിടുക? നമ്മൾ ആകെ ഒരു പെങ്ങളല്ലേ ഉള്ളൂ മോനെ. കല്യാണത്തിന് അതിന് പൈസ ഉണ്ടെങ്കിൽ അതൊന്ന് കാട്ട്, പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ശരിയാക്കാമല്ലോ. എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഇല്ല. 5000 രൂപയ്ക്ക് വിലയുണ്ട്. അതുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അല്ലാണ്ടേ സിത്തുവാണെങ്കിലേ സിത്തുവിൻ്റെ ആ ചെക്കനെ വിളിച്ചിട്ട് കാര്യങ്ങൾ നോക്കാൻ പറയും. ഇത്രയും മാസം നമ്മൾ തന്നെയല്ലേ നോക്കിയത്, ബാക്കിയുള്ള ചിലവും കൂടി നോക്കാൻ പറ. എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഞാൻ പറഞ്ഞില്ല, എൻ്റെ അടുത്ത് ചോദിക്കണ്ട. അല്ലെങ്കിൽ ഉപ്പാടുത്ത് തരാൻ പറ. അല്ല എന്താ ഇവ ഇങ്ങനെ? നമ്മളല്ലാണ്ട് ആരാ നോക്കുക? ഇനി എന്തെങ്കിലും സ്വർണ്ണം എന്തെങ്കിലും കൊണ്ട് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യുക, അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക?
എന്നാ എന്നിട്ട് ഗുരുവായൂർ വരെ നമ്മൾ ടീമിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ നമുക്കെന്നാ. ടീമിനെ വിളിക്കണം, നമുക്ക് സെറ്റാക്കണം. വിളിച്ചിട്ട് കുറേ ആൾക്കാരുണ്ട്, സെറ്റാക്കിയിട്ട്. പക്ഷേ ഇപ്പം എത്ര ഉണ്ട്, ഇനിയിപ്പോൾ എത്രത്തോളം ഞാൻ വേണ്ടി വരും ആൾക്കാർ, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നീ അന്വേഷിച്ച് നോക്കിയിട്ടാവില്ലേ? കാരണം വെച്ചാൽ നമുക്ക് ഓരോ ഇതിലും ഓരോ നമ്മുടെ പ്രൊഡക്റ്റായി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാമല്ലോ. അല്ലേ, അതൊക്കെ അതിൻ്റെ ബെറ്റർ എന്ന് തോന്നുന്നു. ടീം വർക്കായിട്ട് ചെയ്താൽ അടിപൊളിയടാ. നമുക്ക് ടീം ആയിട്ട് സെറ്റായിട്ട് വർക്ക് ചെയ്യണം. എന്തിത് ഷമീർക്ക, ഇന്നും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എന്നെക്കുറിച്ച് ഒരു ചിന്ത പോലും ഇല്ല ഇക്കാക്ക്. അങ്ങനെ അപ്പം നമുക്ക് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാല്ലടാ. അതെ അതെ, പ്രശ്നമൊന്നുമില്ല. കാരണം വെച്ചാല് അവര് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം അല്ലേ? ആരാടാ പറയണ്ട, വൈഫാടാ വിളിക്കണത്. അയച്ച് വിളിച്ചോണ്ടിരിക്കാൻ നോക്കുന്നിട്ട് ഭ്രാന്താവും. എന്നിട്ട് വൈഫിലാടാ വിളിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിലോ, അവർ ഗർഭിണിയല്ലേ, നീ തിരിച്ചു വിളിക്ക്. ആ ശരി, ഒന്ന് വിളിച്ചു നോക്കാം. ഷമീർക്കാണല്ലോ. പഠിച്ചോനെ നല്ല ബുദ്ധി തോന്നിയാ. ഹലോ, ഒരു ഇൻട്രോ. ഹലോ, എന്തിൻ്റെ പ്രശ്നം? കുറേ ആയാലെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കാൻ നിൽക്കണത്. വെറുപ്പിക്കില്ലാട്ടെ മനുഷ്യൻ വരന്നിട്ട്. എന്താണ് നിനക്ക് കാര്യം പറഞ്ഞോടാ? നിനക്ക് ഇങ്ങനെ വിളിച്ച് വെറുപ്പിക്കാൻ നിൽക്കണ? എന്ത് ഷമീർക്ക് ഇങ്ങനെ പറയണ? ഞാൻ വിളിച്ച് വെറുപ്പിക്കേ? ഇവിടേക്ക് ഇങ്ങോട്ട് തിരിച്ച് വിളിക്കാറുണ്ടാ? എന്നെ അന്വേഷിക്കാറുണ്ടാ? ഇല്ലല്ലോ. ഞാൻ വിളിക്കുന്നതാണ് വെറുപ്പിക്കലല്ലേ? ഇതൊക്കെ വല്ലാണ്ട് വിഷമമുണ്ട് എനിക്ക്. നിൻ്റെ എന്ത് വിഷമം ഞാൻ മനസ്സിലാക്കാത്തത്? അതെ, നീ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഫുൾ ടൈം വന്നും കണ്ടു പറയും എൻ്റെ വീട്ടിലേക്ക് പോകണം, എൻ്റെ വീട്ടിലേക്ക് പോകണം. ഇതന്നെയല്ലേ പറിച്ചു നിന്നിട്ട്. അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ഇട്ട് നിൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയത്. അവിടെ ഇരിക്കുക, നിൻ്റെ പൂതി തീരുന്നവരായിട്ട് ഇരുന്നോ. ഇരുന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം വന്നാൽ മതി. കേട്ടില്ലേ? ഇപ്പം എൻ്റെ പൂതിയൊക്കെ തീർന്നു. എൻ്റെ ഷമീർക്കൊക്കെ എന്തെങ്കിലും അറിയണ? എൻ്റെ ചിലവും ഷെയ്സമോളുടെ ചിലവും എല്ലാം നോക്കുന്നത് ഉപ്പയാണ്. ഈ ഡയപ്പറൊക്കെ മേടിക്കുന്നത് എൻ്റെ ഉപ്പയാണ്. ഇക്കൊക്കെ എന്തെങ്കിലും അറിയണ? ഉപ്പൊക്കെ വയസ്സായി വരികയാണ്. എൻ്റെ എല്ലാ കാര്യവും നോക്കുന്നത് ഉപ്പയാണ്. ഇക്കൊക്കെ എന്തെങ്കിലും അറിയണ? ഇതിൻ്റെയൊക്കെ കണക്ക് പറഞ്ഞ നീ ഇപ്പം എനിക്ക് വിളിച്ചത്. അതെ, അതൊക്കെ അവരുടെ കടമയാണ്, അതൊക്കെ അവർ ചെയ്യണം. അങ്ങനെയാണത്. അല്ലാണ്ട് നീ എൻ്റെ അടുത്ത് ഒരുമാതിരി പോലെ സംസാരിക്കല്ലേ വേണ്ടത് കേട്ടാ. നീ എനിക്കിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ കേസ് കൊടുക്ക്. ഇല്ല പിന്നെ വലിയ വർത്തമാനം പറയാൻ നിൽക്കരുതട്ടെ നീ. ഞാൻ കണക്കൊന്നും പറയില്ല ഷമീർക്ക. നാളെ ഒരു സ്കാനിങ് ഉണ്ട്, അതിന് 5000 രൂപയാവും. ഞാൻ വീട്ടുകാരോട് പറഞ്ഞു. അവരോടാണെങ്കിൽ പൈസയാണെങ്കിലും ഇല്ല ഷമീർക്ക. ഞാൻ ഇപ്പം എന്താ ചെയ്യുക? 5000 റുപ്യ? ബെസ്റ്റ്. വിഷം വാങ്ങാൻ പോലും എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എന്നിട്ട് നിൻ്റെ 5000 റുപ്യ? 5000 റുപ്യക്ക് എന്തെന്നത് ഒരു ഹോസ്പിറ്റലിൽ പോയാൽ 5000 റുപ്യ? ഏയ്, ഈ ഫോൺ വെച്ചിട്ട് പോകാൻ നോക്കിയേ. ഞാൻ ഫോൺ വെക്കുക. ശരി എന്നാ, ഓക്കെ. ഹലോ ഹലോ ഹലോ, കൊച്ചു ഷമീർക്ക. ശേ, നീ എവിടെ വന്നേ? ആ, എന്തായി പോയ കാര്യം? ഒന്നും പറയണ്ട. ഇത് പിടിക്ക്. 10,000 റുപ്യക്ക് വെച്ചിട്ടുണ്ട്. 5000 റുപ്യ വെക്കാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് പോയത്. നോക്കുമ്പോൾ 5000 റുപ്യ വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ വീട്ടിലേക്ക് ചിലവിന് വേറെ വേണ്ടേ. അപ്പോൾ 5000 റുപ്യ എടുത്ത് സ്കാനിങ്ങിന് അതിനൊക്കെ ചെയ്തിട്ട് ബാക്കി 5000 റുപ്യ എന്തെങ്കിലും വീട്ടിലെ കാര്യത്തിൽ നീ നോക്ക്. എന്തായാലും നന്നായി പൈസ കിട്ടിയത്. എനിക്ക് സ്കാനിങ്ങിന് 5000 റുപ്യ ആകുമെന്ന് പറഞ്ഞപ്പോൾ പഠിച്ചവൻ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. അതാണ് ആ സ്വർണം കൊണ്ട് വെച്ചിട്ട് നീ കാശ് കൊണ്ടുവരാൻ പറഞ്ഞത്. എന്തായാലും ഇപ്പം ഇത്ര നേരമായില്ല. നാളെ കാലത്ത് പോയിട്ടേ ഒക്കെ ചെക്കപ്പും സ്കാനിങ്ങൊക്കെ ചെയ്തിട്ട് ഡോക്ടറെയും കാണിച്ചിട്ട് വരാമല്ലോ. അപ്പോൾ ഇല്ലെങ്കിൽ ഇപ്പോൾ പോയ സ്കാനിങ് മാത്രം ഞാനേ പറ്റുള്ളൂ. ഡോക്ടർ പോകും. അപ്പോൾ നാളെ പോയിട്ടൊക്കെ ചെയ്തിട്ട് വരാം അല്ലേ? സ്വർണം കൊണ്ട് വെച്ചപ്പോൾ ഇപ്പോൾ ഇതിങ്ങനെ ഇത് അതിനാണ് പറയുക, കാശില്ലെങ്കിൽ ആപത്ത് കാര്യത്തിന് നല്ല പൊന്നോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ഒരു ബുദ്ധിമുട്ടിൻ്റെ എടുത്ത് വെച്ചങ്ങാണ്ട് ഇതുപോലെ ചെയ്യുക. അതില്ലെങ്കിൽ എന്താ ചെയ്യുക? അത് ശരിയാണ്. ഇതുള്ള കാരണം നമ്മൾ വെച്ചത്.
ഇനിയിപ്പോൾ ഏതെങ്കിലും കുറി ഏതെങ്കിലും വെച്ചിട്ടുണ്ട് 2-3 ഉണ്ട്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ കാതിലത്തെ ഏതെങ്കിലും വേഗം എടുക്കണം സ്വർണ്ണം. അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ വെക്കാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യുക? അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തന്നെയല്ലേ നമുക്ക് സ്വർണ്ണത്തിൻ്റെ ഓർമ്മ വരുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നില്ല വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വർണം അതിൻ്റെ ആവശ്യമില്ലല്ലോ. സ്വർണ്ണം എപ്പോഴും ഉള്ളത് നല്ലത് തന്നെ. എന്തെങ്കിലും ഇപ്പോൾ ആരുടെ അടുത്തെങ്കിലും 10 രൂപ കൈ നീട്ടുന്ന കൂടെ നല്ലത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് കൊണ്ട് വെച്ചാൽ ആ കാശ് ബുദ്ധിമുട്ടുന്ന നമുക്ക് ഉപകാരമായി. പഠിച്ചതുണ്ട്, ബാക്കി കാര്യമൊക്കെ പഠിച്ചതുണ്ട്. ശരി, നീ ഇത് കൊണ്ടുപോയിട്ടേ അവിടെ കൊണ്ട് വെച്ചാൽ നീ ചെയ്യും. നാളെയല്ലേ പോകണല്ലോ. നീ ചായ എടുക്കും, തലവേദന എടുക്കുന്നു. എന്താ ചായ വെക്കാം.